ഹായ് ഹലോ നമ്മുടെ വീട്ടിൽ എപ്പോഴും ഉള്ളൊരു സാധനമാണല്ലോ നേന്ത്രപ്പഴം എന്ന് പറയുന്നത്. വൈകുന്നേരമൊക്കെ എന്താ ചായക്ക് കടി ഉണ്ടാക്കുക എന്ന് കൺഫ്യൂഷനിലിരിക്കണ കുറേ പേരുണ്ടാവും. നേന്ത്രപ്പഴം ഉണ്ടെങ്കിൽ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു 5 പലഹാരത്തിൻ്റെ റെസിപ്പിയാണ് കേട്ടോ ഈ വീഡിയോയിലുള്ളത്. അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക കേട്ടോ. അപ്പോൾ ആദ്യത്തെ റെസിപ്പി നോക്കാം കേട്ടോ. അതിനായിട്ടൊരു 3 നേന്ത്രപ്പഴമാണ് കേട്ടോ ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് ഒരു 1.5 ടീസ്പൂണോളം നെയ്യ് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് കുറച്ച് നട്ട്സൊക്കെ കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുക കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ വാൾനട്ടും അതുപോലെ തന്നെ അണ്ടിപ്പരിപ്പും ബദാമൊക്കെ ചെറുതായി ക്രഷ് ചെയ്തിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കട്ട് ചെയ്ത നേന്ത്രപ്പഴം ഇതുപോലെ ചേർത്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് നല്ലപോലെ തന്നെ വഴറ്റിയെടുക്കുക. അങ്ങനെ നേന്ത്രപ്പഴമൊക്കെ നല്ലപോലെ തന്നെ വേവിച്ചെടുക്കുക കേട്ടോ. ഇതുപോലെ ഒന്ന് സ്പാച്ചില വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ഉടച്ചു കൊടുക്കുക കേട്ടോ. ഇനി ഇതിലേക്ക് ഒരു 1/2 കപ്പോളം തേങ്ങ ചിരകിയത് ചേർത്ത് കൊടുക്കുക കേട്ടോ. പിന്നെ വേണ്ടത് ഒരു 1/4 കപ്പോളം ശർക്കര ഉരുക്കിയതാണ് കേട്ടോ. അതുകൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ തന്നെ മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് 1/2 കപ്പോളം വറുത്ത റവ ചേർത്ത് കൊടുക്കുക. റവ ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ തന്നെ മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. റവയും നേന്ത്രപ്പഴവും എല്ലാം പാടൊന്ന് യോജിച്ച് വരട്ടെ. എല്ലാം ഒന്ന് യോജിച്ച് വന്ന് തുടങ്ങിയാൽ ഇതിലേക്ക് 1/4 കപ്പോളം പാല് ചേർത്ത് കൊടുക്കുക കേട്ടോ. പാല് ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ തന്നെ യോജിപ്പിച്ചെടുക്കാം. പാനിൽ നിന്നും വിട്ട് വരുന്ന വരെ നമ്മൾ ഇതുപോലെ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ അതാ പാനിൽ നിന്നും വിട്ട് വരാനൊക്കെ തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് വെച്ചിട്ട് ഇതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. ഇനി നമുക്ക് ചൂടാറി കഴിഞ്ഞാൽ നമുക്കിത് ഓരോ ബോളുകളാക്കിയിട്ട് ഉരുട്ടിയെടുക്കാം കേട്ടോ. ഓരോ ബോൾസ് ഇതുപോലെ നട്ട്സിലേക്ക് മുക്കി കൊടുത്തിട്ട് ചെറുതായി ഒന്ന് കോട്ട് ചെയ്തെടുക്കാം കേട്ടോ. അങ്ങനെ എല്ലാ ബോൾസും ഇവിടെ റെഡി ആക്കി ഇട്ടിട്ടുണ്ട്. എളുപ്പമല്ലേ ഉണ്ടാക്കാനായിട്ട്. ഇനി അടുത്ത റെസിപ്പി നോക്കാം. അതിനായിട്ടൊരു 2 നേന്ത്രപ്പഴം ഇതുപോലെ നീളത്തിൽ കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഒരു പാത്രത്തിലേക്ക് 1/4 കപ്പ് തേങ്ങ ചിരകിയതും 1/2 കപ്പ് ബ്രെഡ് ക്രംസും ചേർത്ത് കൊടുക്കാം. ഇനി മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ ഇവിടെ 1 ടേബിൾ സ്പൂണോളം പഞ്ചസാരയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് നല്ലപോലെ തന്നെ മിക്സ് ചെയ്തെടുക്കാം. ഇനി വേറൊരു ബൗളിലേക്ക് ഒരു മുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുക്കാം കേട്ടോ. എന്നിട്ട് നല്ലപോലെ തന്നെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇനി ഓരോ പീസ് നേന്ത്രപ്പഴം മുട്ടയിൽ മുക്കിയതിന് ശേഷം നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച തേങ്ങയുടെയും ബ്രെഡ് ക്രംസിൻ്റെയും മിക്സ് ഉണ്ടല്ലോ അതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് കോട്ട് ചെയ്തെടുക്കുക കേട്ടോ. അങ്ങനെ എല്ലാം ഇവിടെ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അതിനായിട്ടൊരു പാനിലേക്ക് കുറച്ച് ഓയിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. എന്നിട്ട് ഓരോന്നായി ഇട്ട് കൊടുത്തിട്ട് ശാലോ ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. അങ്ങനെ ഈ ഒരു കളറൊക്കെ ആകുമ്പോഴേക്കും നമുക്ക് എണ്ണയിൽ നിന്നും കോരി മാറ്റാം. എളുപ്പമായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഈവനിങ് സ്നാക്കിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണേ. ഇനി അടുത്ത റെസിപ്പിയിലോട്ട് പോകാം. അതിനായിട്ട് ഒരു നേന്ത്രപ്പഴം ഇവിടെ എടുത്തിട്ടുണ്ട്. അത് ചെറുതായി കട്ട് ചെയ്തിട്ട് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 3 മുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുക്കാം. പിന്നെ വേണ്ടത് 1/2 കപ്പോളം പാലാണ് കേട്ടോ. അത് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂണ് ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇനി വേണ്ടത് മധുരത്തിന് ആവശ്യമായ പഞ്ചസാരയാണ് കേട്ടോ. അത് ചേർത്ത് കൊടുക്കാം. പിന്നെ 1 ടീസ്പൂണ് നെയ്യും അതുപോലെ തന്നെ ഒരു 4-5 ബ്രെഡ് ചെറുതായി കട്ട് ചെയ്തത് കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ തന്നെ ബ്ലെൻഡ് ചെയ്തെടുക്കാം കേട്ടോ. ഇനിയൊരു കൂട്ട് നമുക്കൊരു ബേക്കിംഗ് ട്രേയിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അതല്ലാന്നുണ്ടെങ്കിൽ സ്റ്റീലിൻ്റെ പാത്രത്തിലേക്കോ ഏതാണ് സൗകര്യം അതുപോലെ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഇനി നമുക്ക് ആവിയിൽ വെച്ചിട്ട് ഒരു 10 മിനിറ്റ് നേരം കുക്ക് ചെയ്തെടുക്കുക. അപ്പോൾ കണ്ടില്ല, നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു അപ്പം പോലെ നമുക്ക് കിട്ടും കേട്ടോ. നല്ല ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. കുട്ടികൾക്കൊക്കെ തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും കേട്ടോ. ഇനി അടുത്ത റെസിപ്പിക്ക് വേണ്ടിയിട്ട് ഒരു ബൗളിലേക്ക് ഒരു 3 ടേബിൾ സ്പൂണ് കസ്റ്റേർഡ് പൗഡർ ചേർത്ത് കൊടുക്കുക. അതിലേക്ക് കുറച്ച് പാൽ ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ തന്നെ മിക്സ് ചെയ്ത് മാറ്റി വയ്ക്കുക കേട്ടോ. ഇനി ഒരു പാക്കറ്റ് പാല് ഒരു പാനിലേക്ക് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. മധുരത്തിന് ആവശ്യമായ പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കണം. ഇനി പാലൊന്ന് ചൂടായി വന്നു തുടങ്ങിയാൽ കസ്റ്റർഡിൻ്റെ മിക്സ് ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ തന്നെ കൈവിടാതെ ഇളക്കി കൊടുക്കുക.
ഒരു 5 മിനിറ്റ് കഴിയുമ്പോഴേക്കും ഇതൊന്ന് കുറുകി കിട്ടും കേട്ടോ. അപ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് വെച്ചിട്ട് ചൂടാറാനായിട്ട് മാറ്റി വയ്ക്കാം. ഇനിയൊരു പഴം നീളത്തിൽ കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഒരു പാനിലേക്ക് 1.5 ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുത്തിട്ട് ഓരോ പീസ് പഴവും ഒന്ന് ഫ്രൈ ചെയ്ത് മാറ്റിയെടുക്കാം. അങ്ങനെ പഴമൊക്കെ തിരിച്ചും മറിച്ചൊക്കെ ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി പഴം ഒന്ന് ചൂടാറാനായിട്ട് മാറ്റി വയ്ക്കണം കേട്ടോ. ഇനി നമുക്ക് സെറ്റ് ചെയ്തെടുക്കാം കേട്ടോ. അതിനായിട്ട് പാത്രത്തിലേക്ക് ആദ്യം കസ്റ്റർഡിൻ്റെ മിക്സ് ഉണ്ടല്ലോ അത് ചേർത്ത് കൊടുക്കുക. അതിനുശേഷം നമ്മൾ ഫ്രൈ ചെയ്തെടുത്ത പഴം ചേർത്ത് കൊടുക്കാം. ഇനി വീണ്ടും മുകളിലേക്ക് കസ്റ്റർഡിൻ്റെ മിക്സ് ചേർത്ത് കൊടുക്കുക. ലാസ്റ്റായിട്ട് ഐസ്ക്രീം ഉണ്ടെങ്കിൽ ഐസ്ക്രീം ഇതുപോലെ ഇട്ട് കൊടുക്കാം കേട്ടോ. ഈ ഒരു വിഭവം കഴിക്കാനായിട്ട് ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. മക്കളൊക്കെ സ്കൂളിട്ട് വരുമ്പോൾ എളുപ്പത്തിൽ തന്നെ നമുക്ക് പെട്ടെന്ന് നേന്ത്രപ്പഴമൊക്കെ ഉണ്ടെങ്കിൽ തയ്യാറാക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു വിഭവമാണ്. അപ്പോൾ എല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണേ. ഇനി അടുത്ത വിഭവം എന്താണെന്ന് കണ്ടാലോ. അതിനായിട്ട് ഒരു നേന്ത്രപ്പഴമാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. ഒരു പാനിലേക്ക് 1.5 ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുത്തിട്ട് നേന്ത്രപ്പഴം ചെറുതായി കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാം. നേന്ത്രപ്പഴമൊക്കെ നല്ലപോലെ തന്നെ വഴറ്റിയിട്ട് ഇതുപോലെ ഒന്ന് ഉടച്ചു കൊടുക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് 1/4 കപ്പോളം തേങ്ങ ചിരകിയത് ചേർത്ത് കൊടുക്കാം. ഇനി നല്ലപോലെ തന്നെ മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. പിന്നെ വേണ്ടത് മധുരത്തിന് ആവശ്യമായിട്ട് ഒരു 1/4 കപ്പോളം ശർക്കര ഉരുക്കിയതാണ്. അതും കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ തന്നെ മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഏലക്കാപ്പൊടി കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ തന്നെ മിക്സ് ചെയ്തിട്ട് ഒന്ന് ചൂടാറാനായിട്ട് മാറ്റി വയ്ക്കാം കേട്ടോ. അപ്പോഴേക്കും നമുക്കൊരു ഡോ തയ്യാറാക്കി എടുക്കേണ്ടതുണ്ട്. അതിനായിട്ട് ഒരു ബൗളിലേക്ക് 1 കപ്പ് ഗോതമ്പ് പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ വേണ്ടത് 1 ടീസ്പൂൺ നെയ്യാണ്. അതും കൂടി ചേർത്ത് കൊടുക്കുക. പിന്നെ ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കാം. ഇനി കൈ വെച്ചിട്ട് എല്ലാം പാടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുത്തിട്ട് ഇതൊന്ന് കുഴച്ചെടുക്കാം കേട്ടോ. കുറേശ്ശെ വേണം വെള്ളം ചേർത്ത് കൊടുക്കാനായിട്ട്. ഇനി നമുക്ക് ഈ ഒരു ഡോ 15 മിനിറ്റ് നേരം റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം കേട്ടോ. ആ ഒരു സമയം നമുക്ക് ഒരു ബൗളിലേക്ക് ഒരു 1/2 കപ്പോളം ഗോതമ്പ് പൊടി തന്നെ ചേർത്ത് കൊടുക്കാം. പിന്നെ ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കാം. പിന്നെ വേണ്ടത് കുറേശ്ശെ വെള്ളം ചേർത്ത് കൊടുത്തിട്ട് ഇതൊരു മാവ് രൂപത്തിലാക്കി എടുക്കുക എന്നുള്ളതാണ് കേട്ടോ. ഈ ഒരു പരുവത്തിലാവണം കേട്ടോ ഈ മാവ് തയ്യാറാക്കി എടുക്കേണ്ടത്. ഇനി നമ്മൾ റെസ്റ്റ് ചെയ്യാനായിട്ട് വെച്ച ഡോ ഉണ്ടല്ലോ അത് നല്ലപോലെ തന്നെ നീട്ടി പരത്തി കൊടുക്കാം. ഇനി നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച നേന്ത്രപ്പഴത്തിൻ്റെ കൂട്ടുണ്ടല്ലോ അത് ഇതിലേക്ക് മുഴുവനായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇനി ഒരു വശത്തു നിന്നും ഇതുപോലെ ഒന്ന് റോൾ ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇനി റോൾ ചെയ്തത് നമുക്ക് കത്തി വെച്ചിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. ഇനി കട്ട് ചെയ്തത് ഓരോന്നും നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച മാവുണ്ടല്ലോ അതിൽ മുക്കിയിട്ട് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. അങ്ങനെ ഫ്രൈ ചെയ്തെടുക്കാം. അങ്ങനെ തിരിച്ചും മറിച്ചൊക്കെ ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബൊക്കെ ചെയ്യുക. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ കൊടുക്കാൻ മറക്കരുത്. അപ്പോൾ നാളെ മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നുണ്ട്. ഓക്കെ, ബൈ.